ചങ്ങാതിമാരെ മുട്ട വെച്ചൊരു കിടുക്കാച്ചി ഐറ്റം ആയാലോ. സാധാരണ നിങ്ങൾ കഴിച്ചിട്ടുള്ള മുട്ട റോസ്റ്റ്, മുട്ട ബോൾസൈ അല്ലെങ്കിൽ മുട്ട ഓംലേറ്റ് ഈ വക സാധനമൊക്കെ അല്ലേ. ഇത് ദേ വെറൈറ്റി ഒരു സാധനം കേട്ടോ. മുട്ട ദേ ഇതുപോലെ ചിക്കി എടുക്കുന്ന ഒരു കലാപരിപാടി. ആദ്യം തന്നെ ദേ നമ്മുടെ സ്റ്റൈലായിട്ട് സവോളയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക, പച്ചമുളകൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. ആ സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കെമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ട്, ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തതുണ്ട്, ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകൾ വാരി വിതരാൻ, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ. കാരണം എല്ലാ കൂട്ടുകാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി മുട്ട റെസിപ്പിയാണ്. ദേ ആ സവോളയൊക്കെ ദേ ഇതുപോലെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയ ശേഷം അടുത്ത ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന കലാപരിപാടിയാണ്. ആ കലാപരിപാടിയെ സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, അതുപോലെ വെറൈറ്റി ബീഫ് ഇടിച്ചത്, ഉണക്ക സ്രാവിൻ്റെ അച്ചാർ. വേണ്ടവർ ദേ നമ്മുടെ വാട്സപ്പ് നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്തും കിടപ്പുണ്ട്. ഒന്നും നോക്കണ്ട, വാട്സപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ ഏറ്റുവാല കോട്ടയത്തുള്ളവർക്ക് ഡയറ്റും വന്ന് എടുക്കാം കേട്ടോ. ഒരു പ്രിസർവ് ഓറും ചേർക്കാത്ത നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാർ പഴയ കാലത്ത് വീടുകൾ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ. ആ സമയത്ത് ദേ സവോള ദേ ഇതുപോലെ കുനുകുനാന്നങ്ങ് നീളത്തിലരിയുക കേട്ടോ. ആ കാര്യം കാണാൻ തന്നെ എൻ്റെ ചങ്ങാതിമാരെ നല്ലൊരു ചന്തമല്ലേ. അപ്പോൾ ഇതുപോലെ കുനുകുനാന്നങ്ങ് അരിഞ്ഞ ശേഷം അടുത്ത നേരെ നമ്മൾ കിച്ചണിലേക്ക് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് ദേ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ സ്റ്റൈലായിട്ട് ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നല്ല രീതിയിൽ അങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണയാണ് ഇച്ചിരി കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ലേശം ജീരകം ഇട്ട് കൊടുക്കുക. ലേശം ജീരകം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതുപോലെ പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് എടുത്തൊരു മറിക്കുക. പച്ചമുളക് ഇട്ട ശേഷം ചുമന്ന മുളകും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് സ്റ്റൈലായിട്ട് ഇട്ടേക്കുക. ആ ചുമന്ന മുളകും കൂടെ ഇട്ട ശേഷം കരിവേപ്പില ഇതുപോലെ വാരി വെതറുക. എൻ്റെ ചങ്ങാതിമാർ ഇതെല്ലാം കൂടെ ചെറു ചൂടിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓവർ ചൂടിൽ വെക്കല്, കാരണം ഇതെല്ലാം കൂടെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആകെപ്പാടെ അലമ്പായി പോകും കേട്ടോ. അതുകൊണ്ട് ഇത് ചെറു ചൂടിൽ ഇവനെ ഈ ഒരു പരുവത്തിലാക്കിയ ശേഷം നല്ലവണ്ണം ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തൊരു മറിക്കുക. തേങ്ങ ഇട്ട ശേഷവും ശ്രദ്ധിക്കേണ്ട സംഭവം ഓവറായിട്ട് ചൂടുണ്ടായിരിക്കല്ലേ. എന്നിട്ട് ലേശം മഞ്ഞപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് വാരി വിതറുക. വാരി വിതറിയ ശേഷം ആ ഉരുളിയുടെ ചൂടിൽ തന്നെ അവനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ തേങ്ങയുടെ പച്ചച്ചോവ ഒന്ന് മാറാൻ വേണ്ടി കേട്ടോ. ആ പച്ചച്ചോവ ഒന്ന് മാറി മസാലയൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. തേങ്ങ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലൊരു സ്മെല്ല് വരുമെന്ന്. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇവനത് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച ശേഷം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ മുട്ട ഇച്ചിരി ഉപ്പിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇടുന്നതിൻ്റെ കാര്യം എന്താണ്, മുട്ട അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഉരുളിയിൽ നമ്മൾ ചെയ്യുമ്പോഴേക്ക് ലേശം വെളിച്ചെണ്ണ കൊടുത്തില്ലേ അടിയിലെല്ലാം കൂടെ പിടിച്ചൊരു പരുവാകും. അതുകൊണ്ടാണ് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഇതുപോലെ നമ്മുടെ എഗ് ബുർജി ഉണ്ടാക്കത്തില്ലേ, എഗ് ബുർജി ഉണ്ടാക്കുന്ന പോലെ മുട്ടയൊന്ന് ചിക്കി എടുക്കുക. അപ്പോഴും തീ ഓവറായിരിക്കല്ലേ, കറക്റ്റ് ടെമ്പറേച്ചറിൽ വേണം. ഒന്ന് ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുക്കുക. ആ ചിക്കി എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ആ മുട്ടയും ആ തേങ്ങയും മസാലയും കൂടെ ഇങ്ങനെ ഇളകി മറിയുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും കേട്ടോ എൻ്റെ ചങ്ങാതി. അതിനുശേഷം ഇവനൊന്ന് കുറുകിയ ശേഷം ഇതിലേക്ക് നമ്മൾ സവോള കുനുകുനാന്ന് നീളത്തിൽ വെച്ച് വെച്ചിരിക്കുന്ന സവോളയില്ലേ അതെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ലേശം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വത്തലമുളക് റോസ്റ്റ് ചെയ്ത് ഫ്ലേക്സ് ആക്കി വെച്ചിരിക്കുന്ന സാധനം ഇതുപോലെ അങ്ങ് വാരി വിതറുക. വാരി വിതറിയ ശേഷം ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സ്. എൻ്റെ ചങ്ങാതിമാർ പറയും ഈ മുളകെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ എരിഞ്ഞൊരു പുകയായി പോയില്ലെന്ന് ചോദിക്കും. ഒരു സംഭവം സംഭവിക്കില്ല, സംഭവം വേറൊരു ടേസ്റ്റ് ആട്ടോ എൻ്റെ ചങ്ങാതിമാർ. എന്നിട്ട് ഇവനെ ഇങ്ങനെ ഇതുപോലെ അങ്ങ് സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ലേശം ഗരം മസാലയും കൂടെ ഇതിന് മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വാരി വിതറുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് മാക്സിമം. എന്നിട്ട് ഇവനെ അങ്ങ് തുറന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി സ്വർഗം മാമ സ്വർഗം എന്ന മണ വരുന്നറിയോ. ഇത് കൂട്ടി നമുക്കൊരു ചെമ്പ് ചോറിന്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഉണ്ടാക്കി താർത്ത് പൊളിച്ചടുക്കുക.